സമയം ഇപ്പം പുലർച്ചെ 4 മണിയാണ് കേട്ടോ. അപ്പൊ ഈ പുലർച്ചെ 4 മണിക്ക് ഞങ്ങള് ചോറിനാണേ. അപ്പൊ ചോറിങ്ങനെ കഴിക്കണത് ഈ സമയത്ത് എന്താന്ന് കുറെ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും. അതെ, റംസാൻ നോമ്പ് ഞങ്ങള് എടുക്കാണ്. അപ്പൊ കഴിഞ്ഞ വർഷം എടുത്തേന്നു, ഈ വർഷം കൂടി ഇതേപോലെ നോമ്പെടുക്കാണ്. ഞാനുണ്ട്, ചിന്നുണ്ട്, അമ്മ ഉണ്ട്, വിനാട്ടൻ. വിനാട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനെ പറയുന്നുണ്ട്. വിനാട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അമ്മ ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾക്ക് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ്. അതന്നെ, ആകെ റെഡിയാവും. പിന്നെന്താ വെച്ചാല് ഞങ്ങള് മാത്രല്ല നോമ്പെടുക്കണത്, ചെറിയച്ഛൻ ചെറിയമ്മ ഓരോ മക്കള് എല്ലാവരും എടുക്കണ്ടേ. അപ്പൊ നമുക്ക് ഇപ്പൊ നല്ല ഇരുട്ടാണ്, അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ കഴിയൂല. അപ്പൊ കുറച്ച് വെളിച്ചൊക്കെ വെച്ചിട്ട് അവിടെയും പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന്. ഇപ്പൊ ചില ആള് വിചാരിക്കണ്ടാവും നിങ്ങൾ നോമ്പെടുക്കണേ ഞങ്ങളോടൊക്കെ പറയണത് എന്തിനാന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടെങ്കിൽ, എന്താ വെച്ചാല് നമുക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇപ്പൊ നല്ല വേനലല്ലേ, അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് തളർച്ചുണ്ടോ ക്ഷീണുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക. അതൊക്കെ നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളൊരു ഇതിന് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ കുറച്ച് കഴിയട്ടെ, ബാക്കി ഇനി വരുന്ന ഘട്ടങ്ങളായിട്ട് ഞങ്ങൾ ഓരോന്നോരോന്നങ്ങനെ പറഞ്ഞുതരാം. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു, വിനാട്ടൻ ജോലിക്ക് പോയി. ചിന്നതാ വായിക്കണേ. ചിന്ന ഏതാ വായിക്കണെങ്കിൽ 6 മലയാളമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ എത്രാം തീയതി എക്സാം ഉള്ളേ? 15-ാം തീയതി. അപ്പോൾ ചിന്നുവിന് +1 എക്സാമാണ് കേട്ടോ. അങ്ങനെ വിനാട്ടൻ ജോലിക്ക് പോയി, ചിന്നുവിടെ എക്സാമിനുള്ള തയ്യാറെടുപ്പാണ്, പഠിക്കുകയാണ്. അച്ഛമ്മ അച്ഛമ്മേൻ്റെ അങ്ങോട്ട് പോയി വീട്ടിലേക്ക്. ഞാനിനി കുറച്ച് നേരം കിടന്നിറങ്ങട്ടെ ചിന്ന. അപ്പോഴേ സമയം ഇപ്പം 12:39 അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാവരും ഇതാ. അപ്പൊ ഈ ഒരു ടീമാണ് നോമ്പെടുത്തത്. ഇനിയും നോമ്പെടുത്തവരുണ്ട്, വാവയൊരൊക്കെ ഉണ്ട് അല്ലേ. അവരൊക്കെ കുറച്ച് കഴിഞ്ഞാല് എത്തും. അപ്പൊ ഇപ്പത്തെ ഒരു ഇത് എന്താ വെച്ചാല് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ വിശക്കുണ്ട്. നിങ്ങൾക്ക് എന്താ അവസ്ഥ? നന്ദുനോ? അതെ, അല്ലല്ല അടുത്ത വാങ്ങ 3 സംതിങ്ങിന് എങ്ങാണ്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 6:40 നോമ്പ് മുറിക്കാനുള്ള വാങ്ങ്. ഇവിടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ചിന്നു. അവള് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിച്ചാല് ക്ഷീണം കുറയുന്ന കുളിക്കാൻ പോയതാണ്, കുളിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥ. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഞങ്ങൾക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഫുഡ് കഴിക്കണം. അപ്പൊ ഇവിടെ ഉണ്ടാക്കി കഴിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിക്കണ ശരിയല്ലല്ലോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അവരെന്തായാലും നോക്കി നിൽക്കൂല, ഓരും കൂടിത്തരും. അപ്പൊ പിന്നെ അവരൊക്കെ ക്ഷീണിച്ച് അവശരായി നിൽക്കുമ്പോൾ പണിയെടുപ്പിക്കുന്ന ഇടങ്ങാറല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനാണ് തീരുമാനിച്ചത്. അപ്പൊ ഓർഡർ ആക്കല്ലേ നന്ദു? എന്താ നമ്മള് എന്താ ഓർഡർ ആക്കണ്ടേ? എല്ലാരും ഒരേ സ്വരത്തില് പറയണത് ബിരിയാണി എന്നാണ്. അപ്പൊ നമുക്ക് ബിരിയാണി തന്നെയാണ് ഞങ്ങൾ വൈകുന്നേരത്തിന് ഓർഡർ ആക്കാൻ വിചാരിക്കുന്നത്. പിന്നെ ചെറിയച്ഛനൊക്കെ നോറ്റിട്ടുണ്ട്, കുറച്ചും കൂടി ടീമുണ്ട് കേട്ടോ നോമ്പ് നോറ്റവർ ഈ കൂട്ടത്തില്. അവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് വെള്ളം കലക്കാനുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെറുനാരങ്ങ വാങ്ങല്ലേ. അപ്പൊ ചെറുനാരങ്ങയും പഞ്ചസാരയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഞങ്ങള് ബില്ല് ഉണ്ടാക്കട്ടെ. അപ്പൊ ഇനി ബാക്കി കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. സമയം ഇപ്പോഴാ 2:30 ആയിട്ടുണ്ട് കേട്ടോ. അമ്മയും ചെറുമ്മയൊരൊക്കെ വീടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരും അറിയാതെയാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. എന്താ അറിയോ, നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കണ്ടേ. എന്തായാലും നോമ്പ് തുറക്കി ഒരു ജ്യൂസ് വേണം കുടിക്കാൻ. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാ പച്ച മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങയും ചെറുനാരങ്ങ ഇട്ടിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ നാരങ്ങ വെള്ളം വേറെ ഉണ്ടാക്കുന്നുണ്ട്, അത് ഓരൊക്കെ വരാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരൊക്കെ ഞെട്ടിക്കാൻ വേണ്ടി നമുക്ക് നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കട്ടോ. അപ്പോൾ അത് നല്ല പച്ചമാങ്ങ ഉണ്ട്, പച്ചമാങ്ങ ചിത്ത. അതിന് മുന്നേ നമുക്ക് ആദ്യം കുറച്ച് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടേക്കട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ പണിയാണ് കഴിഞ്ഞാൽ അതവിടെ കുതിർന്ന് കിട്ടുമല്ലോ. നമുക്ക് മാങ്ങേനെ മുറിച്ചിട്ടേ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെച്ച മാങ്ങയാണേ, ചെറിയ രീതിയിൽ ഇങ്ങനെ ചെനച്ച മാങ്ങ കേട്ടോ. ഒന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതേപോലെ മാങ്ങയൊക്കെ ചെത്തുന്ന സമയത്ത് എന്താ ചെയ്യുക, വേഗം കഷ്ണം വായിക്കിടൂലേ. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ വായിക്കിടാൻ പറ്റില്ല, കാരണം നമ്മൾ നോമ്പ് പിടിച്ചിരിക്കല്ലേ. മാങ്ങ അരിഞ്ഞ് കഴിഞ്ഞിട്ടോ നമ്മൾ ഒരു മാങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ടേ. ഇനിതാ ചെറുനാരങ്ങ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക, കുരു കളയാം, മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ ചെറുനാരങ്ങ നീരൊഴിച്ചു. ഇനി എന്താ ചെയ്യുക, മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ നമ്മൾ, അപ്പോൾ കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. തണുക്കട്ട അങ്ങോട്ട് ഐസ് ക്യൂബും കൂടി ചേർക്കാം. ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മാങ്ങ ജ്യൂസ് നമുക്ക് തുറന്നു നോക്കാം. ഞാൻ അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ടേ, നമുക്ക് അരിച്ചൊഴിച്ചും കൂടി കൊടുക്കാം. നല്ല കട്ടിക്കാണ് കേട്ടോ ഇപ്പോൾ നിൽക്കണേ. നമുക്കിതിൽ ആവശ്യത്തിന് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തെടുക്കാം. പഞ്ചസാര കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെ മാങ്ങ ജ്യൂസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് കുടിക്കാൻ നോക്കണ്ടേ? പക്ഷെ ഇപ്പോൾ കുടിക്കൂല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇതാ കസ്കസ് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചില്ലേന്നില്ലേ, ആ ഗ്ലാസിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്കസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ ജ്യൂസ്, മുകളിലേക്കായിട്ട് നല്ല ചില്ലായി നിൽക്കുന്ന ഐസ് ക്യൂബ്. അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടിട്ടോ ഒരാൾ ആരറിയോ, ഇവിടെ നോമ്പെടുക്കാത്ത ഒരാളുണ്ട്. അപ്പോൾ ആളാരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതണം കേട്ടോ. ഈ ഒരു സമയത്ത് അങ്ങനെ മധുരമൊക്കെ നോക്കി പാകാക്കി തന്നത് ആളാണ്. അപ്പോൾ അതങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മളെ മാംഗോ ജ്യൂസ് നല്ല സൂപ്പറായിട്ടില്ലേ കാണാൻ. അപ്പോൾ അതേപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇനി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒരു വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങൾ കുടിക്കുമല്ലോ, അപ്പോൾ എല്ലാവരും പറയണത് നിങ്ങൾക്ക് കേൾക്കട്ടോ. ഈ കുറച്ച് കഴിഞ്ഞാൽ ചെറിയമ്മയും അമ്മയോരൊക്കെ വരും. ഇനി നാരങ്ങ വെള്ളം ഉണ്ടാക്കാണ്ട് വേറെ പിന്നെ എന്താ പണി, വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓർഡർ ചെയ്താണെന്നുള്ളത്. അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ സമയം 6:16. ഞാൻ ഏറെക്കുറെ ക്ഷീണിതയാണ് സുഹൃത്തുക്കളെ. ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ സെറ്റാണ്, വെള്ളങ്ങളും എല്ലാം സെറ്റാണ്, ഒക്കെ റെഡിയാണ്. ഇനി ബാങ്ക് വിളി കേട്ടാൽ മതി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. അയ്യോ എന്തായി കുഴഞ്ഞെല്ലാരും? ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ വല്യമ്മ ഉണ്ടല്ലോ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ പുലർച്ചയ്ക്ക് ചോറന്നെങ്കിലും കഴിച്ചിട്ടുണ്ട്. വല്യമ്മ ഒരു സാധനം പൂരത്തിന് പോയിട്ട് ഞാൻ അവിടുന്ന് വിളിച്ചു, നിങ്ങളെന്താ ചെയ്യണേ, ഞങ്ങള് നോക്കുന്നുണ്ട് പറഞ്ഞപ്പോ എന്താ ചെയ്യണേ ഞാൻ പറഞ്ഞു പീടിയെ പോയാണ്ട് വല്ലത് കഴിച്ചോളിയായിരുന്നു കേട്ടോ. പോയ സ്ഥലം കിട്ടൂല. അത് എന്താ പൂരത്തിന്റെ ആഗ്രഹമാണ്. ആകെ തളർന്നീനല്ലേ? ഞാനെങ്ങനെയുണ്ട്, കഴിഞ്ഞീനോ മുഖം? എനിക്ക് നല്ല തലവേദന ഉണ്ട്. എനിക്കുണ്ടല്ലേ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല? അല്ലമ്മയ്ക്കോ ഒരു തലവേദനയോ? എനിക്ക് തന്നെ പിന്നെ ഒച്ചയില്ല, അതിന് സംസാരിക്കാനും വയ്യപ്പോ. എനിക്ക് ഭയങ്കര തലവേദന. നിങ്ങൾക്കോ? നിങ്ങൾക്ക് എന്താ ഇയാള് പിന്നെ ഒരിക്കലും അതിന്റെ 2 ദിവസം മുന്നേ നോമ്പെടുത്തതാണ്. നന്ദൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഇത് ചെരച്ചന്റെ മോനാട്ടോ, അറിയാത്തവർക്ക് പറഞ്ഞുതരാണ്. നന്ദന്റെ അവസ്ഥ എന്താ? വെള്ളം കുടിക്കാനായിട്ടുള്ള ചെറിയൊരു അടുക്കളയ്ക്ക് 2-3 തവണ പോയി നോക്കി, അതേപോലെ ഇങ്ങോട്ട് പോകുന്നു എന്നാ പറഞ്ഞ്. ഞാൻ നോമ്പ് പിടിച്ചിട്ടിരിക്കുകയാണല്ലോ വെച്ചിട്ട്. പിന്നെ ഇവിടെ ഇനി 2 വ്യക്തികളുണ്ട്. മിത്തുട്ടാ എങ്ങനെയുണ്ട് ഇതുവരെ നോമ്പെടുത്തിട്ടുള്ള അവസ്ഥ പറഞ്ഞാ? സുഖമുണ്ട്, ഭയങ്കര സുഖമുണ്ട് നോമ്പെടുത്തിട്ട്. എന്തായാലും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ് ആള്. പിന്നെ അതാ അവിടെ 2 ആൾക്കാർ. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലല്ലേ മണിക്കുട്ടിയെ? അങ്ങനെ എല്ലാവരും ഇതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ നോമ്പ് തുറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ട്. കൂടുതലൊന്നുമില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാംഗോൻ്റെ ജ്യൂസ് ഉണ്ട്, പിന്നെ നാരങ്ങ വെള്ളം, കാരക്ക, പൈനാപ്പിള്, പിന്നെ അച്ചാറ്, തൈര്, അവിടെ ചപ്പാത്തി ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടതാ ബിരിയാണി ഇപ്പം ഇങ്ങോട്ട് പൊട്ടിച്ചിട്ടുള്ളൂ. ഞങ്ങളത് സെറ്റാക്കിയിട്ടില്ല, അതിൻ്റെ ചിക്കനൊക്കെ താഴെ കേട്ടോ. സമയം ഇപ്പം എത്രയായി? 6:40 ഏകദേശം ആവാനായി. ഞങ്ങളിതെല്ലാവരും ഇപ്പം നോമ്പെടുത്ത എല്ലാവരും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. അങ്ങനെ ഇപ്പോഴാണ് പൂർണ്ണതയിലെത്തിയത് ഞങ്ങൾ. എല്ലാവർക്കും അത് ഇവിടെ തന്നെ തുടങ്ങാം. അങ്ങനെ ഞാനും വെള്ളം ഏതാ വേണ്ട എടുത്തോളെ. ആദ്യം കാരക്ക കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ഈ ഒരു ദിവസത്തെ നോമ്പ് മുറിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഇത്രയും നേരം ഞങ്ങളെല്ലാരും നല്ല രീതിയിൽ ആർക്കും കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്നു. ചെറിയ മക്കളടക്കണ്ട് ഞങ്ങളെ കൂടെ. നോമ്പ് മുറിച്ചല്ലേ?
ഞാൻ ഈ സ്പെഷ്യൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു നിങ്ങൾ ആരും കാണാതെ. കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? പേരക്കല്ല, മാംഗോ ആണ്, പച്ച മാങ്ങ. പച്ചമാങ്ങേന്റെ ജ്യൂസ് ആണ്. ഞങ്ങൾ ആരും കാണാതെ മെല്ലെ പോയി ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്കൊരു അതെ രസമുണ്ടാവും. താങ്ക് യു. വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയമായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങണം കേട്ടോ. അതങ്ങനെ തന്നെ കഴിയുള്ളൂ കേട്ടോ. കാരണം വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്തോ ഒരു ക്ഷീണം പോലെ കുറച്ചു നേരം. പിന്നെ കുറച്ചു നേരം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇനിതാ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ബിരിയാണിയാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിക്കുകയാണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. കാരണം ഒരുപാട് ഇരുട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് വേഗം വീഡിയോ നിർത്തുന്നത്.